അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ITI റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു. അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കുറച്ച് കുറവായ കാരണം ഒന്നുകൂടി സൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് എന്താണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ബ്രൗസർ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ITI ലാൻഡിംഗ് പേജ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. അതിൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ITI ലാൻഡിംഗ് പേജ്, ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഡാഷ്ബോർഡ് വരും. ഇതിൽ 3 ലൈൻസ് കാണാം, മുകളിലായിട്ട് 3 ലൈൻസ്. ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ചില ടൈമിൽ സെർവർ ബിസി ആയ കാരണം ആ ലൈൻ ക്ലിക്ക് ആവാണ്ട് വരാറുണ്ട്. അത് ഈ ഒരു എക്സാമിൻ്റെ ടൈമും അതുപോലെ തന്നെ സെർവർ നല്ല ലാഗായിട്ടാണ്. അപ്പോൾ ഇവിടെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്താൽ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ലോഗിൻ എന്ന് കൊടുക്കുക. അപ്പോൾ ലോഗിൻ ഇവിടെ CTS CITS എന്ന് 2 ഓപ്ഷൻ വരും. ഇതിൽ CTSൽ ട്രെയിനി ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ മുകളിലായിട്ട് രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. പാസ്വേഡ് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡ് കൊടുക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് നമ്മൾ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കും. ഇവിടെ മുകളിൽ 3 ലൈൻസ് കാണാം. ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യണം. 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാഷ്ബോർഡ്, ട്രെയിനി ഡീറ്റെയിൽസ്, വ്യൂ റിസൾട്ട് അങ്ങനെ വരും. ഇതിൽ വ്യൂ റിസൾട്ട് എന്ന് പറഞ്ഞ 3ാമത്തെ ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വ്യൂ റിസൾട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ 2 വർഷത്തെ ട്രേഡ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ അങ്ങനെ വരും. ഇപ്പോൾ ഈ വർഷത്തെ 2026 റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. റിസൾട്ടിൻ്റെ ഡേറ്റ് ആഗസ്റ്റ് 10 എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വ്യൂ റിസൾട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഡെമോയ്ക്ക് വേണ്ടി പഴയ റിസൾട്ട്, ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ വ്യൂ റിസൾട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ വരും. അവിടെ നമ്മുടെ ട്രേഡ് പ്രാക്ടിക്കൽ, തിയറി, നമ്മുടെ മാക്സിമം മാർക്ക്, മിനിമം പാസ്സാവാനുള്ള എത്ര മാർക്ക് വേണം, എത്ര മാർക്ക് നമുക്ക് ലഭിച്ചു, അങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് വ്യൂ ആൻസർ ഷീറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വ്യൂ ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മുടെ CBT എക്സാമിൻ്റെ ആൻസർ കീയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഏതൊക്കെ ക്വസ്റ്റ്യനാണ് നമ്മുടെ തെറ്റിയിട്ടുള്ളത് എന്നുകൂടി ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉത്തരം ശരിയാണ് എന്തെങ്കിലും എക്സാമിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാനൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ. അപ്പോൾ റിസൾട്ട് വന്ന ഉടനെ തന്നെ ഈ ഒരു ആൻസർ കീ ചിലപ്പോൾ വരായിരിക്കില്ല. അത് 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ആൻസർ കീ സാധാരണ വരാറ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ കീ വ്യൂ എന്ന് കൊടുത്താൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്കിത് PDF ഡയറക്റ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസ് കാണും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും എറർ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കിത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റും. PDF ആയിട്ട് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഈ ആൻസർ കീ നമുക്കിങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാം. PDF ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആൻസർ കീയുടെ ലിങ്ക്, ഈ ഒരു PDFൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം.